എല്ലാവരെയും കാണാൻ പറ്റുന്ന രീതിയിലായിരിക്കണം നിങ്ങൾ എല്ലാവരും ഇരിക്കേണ്ടത്. പല സ്ഥലങ്ങളായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്കും അത് ആസ്വദിക്കാൻ നിങ്ങൾക്കും അതൊരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് എല്ലാവരും ഒരു വ്യൂവിൽ എല്ലാവരും നിങ്ങൾക്കായിട്ട് ഒരുക്കിയിരിക്കുന്ന ഇരിപ്പിടത്തിൽ വന്നിരിക്കണമെന്ന് സ്നേഹത്തോടെ അറിയിക്കുകയാണ്. നമ്മുടെ പ്രോഗ്രാമിന്റെ വളണ്ടിയേഴ്സ് ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. പുറകോട്ടൊക്കെ നിൽക്കുന്ന ആൾക്കാരെ നമ്മുടെ വേദിക്ക് മുന്നിൽ ഇരുത്തേണ്ട ഒരു ഉത്തരവാദിത്തം നിങ്ങൾക്കാണ്. അപ്പൊ അത് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ചെയ്യാം. ഓക്കെ, നമസ്കാരം. എവിടെയാ സ്ഥലം? ഞാൻ പഴയങ്ങാടി കേട്ടാ, കണ്ണൂർ പഴയങ്ങാടി അടുത്ത് ഏഴോം എന്ന സ്ഥലം. ഏഴോം മൂല അല്ലേ? മൂലക്കാരനാണ്. ദസറ വന്നതാ കണ്ണൂർ? ആ, ദസറ പ്രോഗ്രാമിന് വന്നെയാണ്. പിന്നെ എന്ത് ചെയ്യുന്നു നിങ്ങൾ? ഞാൻ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫി, ഇതൊക്കെ തന്നെ. ബ്ലോഗും കാര്യങ്ങളും അല്ലേ? ചാനലിന്റെ പേര് പാട്ടോടെ ചാനല് ആഷ്ട്രാവലർ കേട്ടോ. അഷ്റഫ് കണ്ണൂർ എന്ന് അടിച്ചാൽ മതി, ചാനൽ കിട്ടും. ഞാൻ മെയിനായിട്ട് കണ്ണൂർ മെയിനായിട്ട് ട്രാവലിങ്ങും ശരിക്കും പറഞ്ഞാൽ ലൈഫ് സ്റ്റൈലാണ്. ട്രാവൽ ചെയ്യുന്നുണ്ട്, അതുപോലെ ഫുഡും കാര്യങ്ങളും എല്ലാം ടോട്ടലി ലൈഫ് സ്റ്റൈൽ നടക്കുന്ന കാര്യങ്ങളാണ് വീഡിയോ ചെയ്യുന്നത്. കണ്ണൂർ തന്നെ ഇപ്പോൾ ഒരു 10-200-ലധികം വീഡിയോ ചെയ്തിട്ടുണ്ട്. കണ്ണൂർ അറിയപ്പെടുന്ന ടൂറിസ്റ്റ് പ്ലേസും അറിയപ്പെടാത്ത ഹിഡനായി കിടക്കുന്ന കുറേ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങളിപ്പോൾ പൈതൽമല എന്നൊക്കെ അടിക്കുമ്പോൾ ടോപ്പിൽ എൻ്റെതാണ്. നോർത്ത് ഇന്ത്യയിൽ എവിടെയും പോയിട്ടില്ല? ഇല്ല, ഞാൻ കേരളം വിട്ട് ലക്ഷദ്വീപ് പോയിട്ടുണ്ട്. പക്ഷേ ആ സമയത്ത് ബ്ലോഗൊന്നും ചെയ്യില്ല. ഞാൻ പാട്ടോടാൻ പോയിട്ടുണ്ട് ലക്ഷദ്വീപ്. സ്റ്റേജെല്ലാം ചെയ്യലുണ്ട് അത്യാവശ്യം. ഇനിയിപ്പോൾ യാത്ര എവിടുത്തെ അടുത്ത നെക്സ്റ്റ് നോക്കാം. ഒരു ഗോവ ട്രിപ്പ്, ഒരു ഓൾ കേരള അടിച്ചുകൊണ്ടിരുന്നല്ലേ. അത് സംബന്ധിച്ച മഴ കൂടിയിട്ട് ഇടുക്കി ഡാമൊക്കെ തുറന്ന സമയത്ത് അവിടെയൊക്കെ ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ ക്ലോസ് ചെയ്ത് പിന്നെ പോയിട്ട് കാര്യമില്ലല്ലോ. ഞാൻ അതുകൊണ്ട് നാട്ടിലേക്ക് വന്നതാണ്. പിന്നെ മഴയൊന്നുമില്ല, ഇതിന് കുറച്ച് ഗ്യാപ്പ് എടുത്തിയാണ് ഞാൻ. അതിനിടയ്ക്ക് ഒരു ഗോവ ട്രിപ്പൊക്കെ പ്ലാൻ ഉണ്ട്. നോക്കട്ടെ, നോക്കട്ടെ, പെട്ടെന്ന് പോകണം. ഈ ഒരാഴ്ച കഴിഞ്ഞിട്ട് സ്റ്റാർട്ട് ചെയ്യും. നമുക്കും പറ്റുമെന്ന് കൂടണേ, നമുക്ക് ഒരുമിച്ച് അപ്പോൾ ഇപ്പം നിങ്ങൾ പരിപാടി ചെയ്യില്ലേ? വ്ലോഗ് ഉണ്ട്. ഞാൻ വൈകിട്ട് വീഡിയോ യൂട്യൂബിലുണ്ട്. എത്ര മണിക്കാണ് വരുവാ? ഒരു 5 മണിക്കാണ് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാ ദിവസവും ഉണ്ടോ? എല്ലാ ദിവസവും ഇടാൻ ശ്രമിക്കുന്നുണ്ട്, പരമാവധി പറ്റുന്ന പോലെ ഇടാം. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യട്ടാ. അഷ്റഫ് കണ്ണൂർ എന്ന് അടിച്ചാൽ മതി. ആഷ് ട്രാവലർ എന്നാണ് യൂട്യൂബിൻ്റെ പേര്. അതുപോലെ ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, പേജ് ഉണ്ട്. എല്ലാം അഷ്റഫ് കണ്ണൂർ എന്ന് അടിച്ചാൽ കിട്ടും. യൂട്യൂബിൽ ആഷ് ട്രാവലർ എന്ന് സെർച്ച് ചെയ്താൽ എൻ്റെ ചാനൽ കിട്ടും. ആഷ് ട്രാവലർ ട്രാവലിങ്ങും എല്ലാ ടൈപ്പും ലൈഫ് സ്റ്റൈൽ ബ്ലോഗാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. ഓക്കെ. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുന്ന വെച്ചാൽ ഇവരെ നമ്മളെ ദസറിൻ്റെ ഫസ്റ്റ് വ്ളോഗേഴ്സ് മീറ്റിംഗ് ഉണ്ട്. അവിടെ എന്നെ പാട്ടുപാടാനും കൂടെ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് നമ്മൾ അടിച്ച് പൊളിച്ചിട്ടുണ്ടായിരുന്നു, കൂടെ ഉണ്ടായിരുന്നു. അന്നാണ് ഞാൻ ശരിക്കും ഇദ്ദേഹത്തെ പരിചയപ്പെടുന്നത് കേട്ടോ. അപ്പോൾ അതിനുശേഷം ഇന്നാണ് മീറ്റ് ചെയ്യുന്നത്. ഇന്ന് ഇവിടുന്ന് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്ന് വേറൊരു ഇനി വന്നതാണ്. അപ്പോൾ ഏതായാലും ഇവരെ വിളിച്ച് ഇവർ ഞാൻ കണ്ണൂർ ഉണ്ടെന്നിട്ട് അങ്ങനെ വന്നേട്ടാ. അപ്പോൾ ചാനൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ കണ്ടിട്ടില്ല കേട്ടോ. ഒരു ഭക്തിപരമായിട്ടുള്ള എന്താ പറയുക അമ്പലവും കാര്യങ്ങളും അങ്ങനത്തെ ഒക്കെ. ഞാൻ കണ്ട് മോശമില്ല. ഒരു ABCD അറിയാണ്ടാണ് ഞാൻ ഇതിൽ ഇറങ്ങിയിട്ട് പ്രവർത്തിച്ചത്. എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒരു സംഭവം അറിയില്ല. എന്തോ ദേവീന്റെ അനുഗ്രഹം കൊണ്ടും മഹാദേവന്റെ അനുഗ്രഹം കൊണ്ടും നമ്മളിങ്ങനെ ചെയ്യുന്നു. നിങ്ങളെ ഒരുപാട് ബ്ലോഗേഴ്സിന്റെയും യൂട്യൂബേഴ്സിന്റെയും സഹായം ഇതുപോലെ നമുക്ക് ഓരോ സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ പറഞ്ഞു തരുമോ? അതുകൊണ്ടാണ്. അപ്പം എന്നെ കൊണ്ട് പറ്റുന്ന എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവും. എവിടെ ഉണ്ടായാലും വിളിച്ചോ, ഞാൻ ധരിച്ചു വരും. എന്നാ നല്ല നമസ്കാരം. കാണാട്ടാ, ബൈ ബൈ. ദ്വാപരയുഗത്തിന് ശേഷമാണത്രേ കലിയുഗമെന്ന കറുത്ത യുഗം ആരംഭിച്ചത്. സർവ്വദേവീദേവന്മാർക്കും ശക്തി ചൈതന്യം കുറയുമത്രേ കലിയുഗത്തിൽ. എന്നാൽ സൃഷ്ടാവിന് പ്രപഞ്ചത്തെ സംരക്ഷിക്കേണ്ടതുണ്ടല്ലോ. അതിൻ പ്രകാരം ഓരോ യുഗങ്ങളിലും മണ്ണിലെ സമസ്ത ജീവജാലങ്ങളുടെ രക്ഷാർത്ഥം ഒരു അവതാരപ്പിറവി ഉണ്ടാവുകയും ചെയ്യും.
ആ അവതാര ശക്തിയാണ് അതാത് യുഗത്തിലെ ഈശ്വരൻ. കാലകാലനായ ശ്രീ പരമേശ്വരനും ദേവി മഹാമായയും സംഗമിച്ച് ഈ പ്രപഞ്ച നന്മയ്ക്കായി വരമായി നൽകിയ ഒരേ ഒരു മൂർത്തി ഭഗവാൻ സാക്ഷാൽ ശ്രീ വിഷ്ണുമായ. അത്രയ്ക്കും സൗന്ദര്യമുള്ളവനാണ്. കാണാന് ചെറുതായിട്ടാണെങ്കിലും കറുത്തൊരു ശരീരമാണെങ്കിലും എന്നെ നോക്കിയവരാരും ബുദ്ധിമല്ലേ അല്ലേ? ഉള്ളിലും തുരുമ്പിലും ഉണ്ട് ഞാൻ. കാര്യം നിങ്ങളേവരെയും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഇന്നത്തെ ഇവന്റ് പവേർഡ് ബൈ നിക്ഷാൻ ഇലക്ട്രോണിക്സ്. ഇലക്ട്രോണിക്സ് ഗൃഹോപകരണ വിപണന മേഖലയിൽ വർഷങ്ങളുടെ സേവന പാരമ്പര്യമുള്ള ജനമനസ്സിൽ തിളങ്ങുന്ന നാമധേയം നിക്ഷാൻ ഇലക്ട്രോണിക്സ് ആണ് ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ കോർപ്പറേഷന്റെ കോർപ്പറേഷൻ അടിച്ചൊരുക്കുന്ന ഹിറ മോട്ടോഴ്സ് കണ്ണൂർ ദസറ 2022 പ്രസന്റ് ബൈ കാനറ ബാങ്ക്. ഇന്നത്തെ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഇലക്ട്രോണിക്സ് യൂട്യൂബ് ചാനൽ ഗവൺമെന്റ് പ്രിയപ്പെട്ട കലാകാരന്മാരെ നൽകുന്ന അത് വേണ്ട പറഞ്ഞോ ഒരു ചായ വേണേ വളരെ കൊടുക്കുന്നെടുക്ക് ചായ ഒരു ചായ വേണേ നിങ്ങളുടെ കാര്യങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന ആളുകളെ അനുകൊള്ളിക്കുന്ന നമ്മുടെ നമ്മൾ നല്ലത് കൊടുക്കാണ്ട് നമുക്ക്
നല്ല കൊടുക്കാണ്ടിരുന്നാലേ നമുക്ക് അവിടെ ഇരിക്കാൻ പറ്റില്ല. നല്ല കാര്യം കൊടുക്കാം. സ്വാഗതം ചെയ്യാം തളാപ്പ് ഗവൺമെന്റ് മിക്സ്ഡ് യു പി സ്കൂളിലെ പ്രിയപ്പെട്ട താരങ്ങൾ കണ്ണൂർ ദസറയുടെ വേദിയെ കളറാക്കുന്നു. मजदूर है हम तो मजदूर है നമ്മൾ ഈ ഫുട്പാത്തിൻ്റെ അവിടെയല്ലേ ഇരിക്കുന്ന സ്ഥലം അടിയുണ്ടോ കണ്ണൂർ ദസറയുടെ ഇന്നത്തെ പ്രോഗ്രാം